നമ്മൾ കേവിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുവാണ്. ഇതിന് ഇടയ്ക്കെന്ന് പേര് വരാനുള്ള കാരണം നമ്മളിപ്പം ഇവിടുന്ന് നേരെ ഇനി ഇതിന്റെ മേളിലുള്ള രണ്ടാമത്തെ ഗുഹയിലേക്കാണ് പോകുന്നത്. ഇതിന്റെ താഴെയുള്ളത് നമ്മൾ ഈ കയറി വന്നതായിരുന്നു ഫസ്റ്റിലത്തെ ആ ഗുഹ തന്നെ. അവിടുന്ന് സ്റ്റെപ്പ് ഇട്ട് മുകളിലേക്ക് കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ കേവിലേക്കും എത്തിപ്പെടാനായിട്ട് സാധിക്കും കേട്ടോ. മുകളിൽ ഇതിനേക്കാളും, അതായത് നമ്മൾ താഴെ കണ്ടതിനേക്കാളും കുറച്ചും കൂടെ വലിപ്പമുള്ളൊരു ഗുഹയാണ്. അതുകൊണ്ട് അതെല്ലാവരും മിസ് ചെയ്യാതെ പോയി കാണണം കേട്ടോ. അപ്പം നമ്മൾ താഴെ വന്നതും, അതായത് ആദ്യത്തെ ഗുഹയിൽ പോയതും കാര്യങ്ങളും എല്ലാം നമ്മളൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പോയി കാണാം കേട്ടോ. ഇതുവരെ വന്നിട്ടില്ലാത്തവർ എന്തായാലും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് ഇടയ്ക്കൽ കേവ്. നമ്മുടെ മേളിലേക്ക് കയറുവാണ്. ഇതിലാണ് നമ്മൾ കയറി വന്നത് കേട്ടോ. അത് കയറി വന്നതിൻ്റെ ഏറ്റവും താഴെ അവിടെയാണ് കേവ് വന്നത്. അവിടെ നിന്ന് നമ്മൾ ഇതിലേക്ക് കയറി ഇവിടെ വരും. ഇവിടുന്ന് മുകളിലേക്ക് കുത്തനെ സ്റ്റെപ്പാട്ടോ. കണ്ടോ, ഡയറക്റ്റ് മുകളിലേക്ക് സ്റ്റെപ്പാണ്. നല്ല കുത്തനായിട്ടെന്ന് പറഞ്ഞാൽ നല്ല കുത്തന കയറ്റമാണ്. നല്ല ടോപ്പിലാണ് നിൽക്കുന്നത്. എനിക്ക് മലയൊക്കെ നമ്മുടെ ലെവലിൽ അല്ല, അതിന് താഴെയാണ് ഇപ്പോൾ മലകളെല്ലാം നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് കുത്തന സ്റ്റെപ്പാട്ടോ മുകളിലേക്ക്. കുത്തന സ്റ്റെപ്പ് മുകളിലേക്ക് കയറി. അത് പഴയ വഴിയോ? നമ്മൾ കയറി മലയുടെ ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ. ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ ഓപ്പോസിറ്റുള്ള മലകളൊക്കെ നമ്മളെക്കാളും താന്നാട്ടോ ഇരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 4000 അടി മുകളിലാട്ടോ. അപ്പോൾ നമ്മൾ മല കയറി ഇതിന്റെ മേളിൽ വേറൊരു കേവും കൂടെ ഉണ്ട്. ഇടയ്ക്കൽ ഗുഹയുടെ താഴെ ഒരു കേവ്. ഞങ്ങൾ ആരും എടുത്തിട്ടില്ല, ചുമ്മാ അഭിനയിക്കുന്നതാണ്. ഇത് നമ്മൾ ഈ ബാക്കി കാണുന്ന ഇവിടെ ഒരു കേവ്. എല്ലാരും വരണം, എല്ലാരും വന്ന് കേറണം. ഈ ഇതില് ഒരു കുഴപ്പവും ഇല്ല, ഈസിയാണ്. ഇനി താഴെ ചെന്നിട്ട് പോത്തുംകാല് കഴിക്കുക. അതില്ല, മുകളിൽ ചെന്നിട്ടുള്ള ഒരു കാറ്റും ഒരു ശുദ്ധവായു എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ഓ, വേറെ ഒരിടത്തും കിട്ടില്ല. നിങ്ങക്ക് പറ്റുവാണെങ്കിൽ എന്ത് വയ്യാഴികയാണെങ്കിലും വന്ന് കേറുക. അങ്ങനെ പറയില്ല, പ്രായർ വന്നിട്ട് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉത്തരവാദിത്തം കേൾക്കേണ്ടി വരും. പ്രായമാര് വന്നോന്നില്ല, ഞങ്ങളൊക്കെ കയറി ഇറങ്ങുന്നില്ലേ. അപ്പൊ നമ്മളിനി നേരെ ഈ ഗുഹയിലേക്ക് ഇറങ്ങുവാണ്. ഇത് നമ്മുടെ ഏറ്റവും ടോപ്പിൽ കയറി അവിടെ ഉള്ള ഒരു ഗുഹയാണ് ഇത്. ഈ ഒരു റൂട്ടാണ് നമ്മൾ കയറി വന്നോട്ടോ. അതിന്റെ താഴെ ഒരു കേവിൽ നിന്ന് നമ്മൾ കയറി ഈ റൂട്ട് വന്നിട്ട് ഇതിന്റെ ഏറ്റവും ടോപ്പിലുണ്ട്. ഇവിടെ വേറൊരു കേവ് ഉണ്ട്, അതിന്റെ എൻട്രൻസ് ആണിത്. അപ്പൊ ഈ കേവിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. കേവിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുവാണ്. ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് ഇട്ടിട്ട് നല്ല താഴത്തേക്ക് ഇറങ്ങണം.
താഴെ കണ്ടതിനേക്കാളും വലിയൊരു ഗുഹയാട്ടോ മേളിലത്തെ. താഴെ കയറി നമ്മൾ ജസ്റ്റ് മടുത്തു കഴിഞ്ഞാലും തിരിച്ചിറങ്ങി പോകാതെ ഈ മേളിലത്തെ എന്തായാലും കണ്ടിട്ടാണ് നിങ്ങൾ പോകാവുള്ളൂ. മേളിൽ കയറുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല. നല്ല അടിപൊളി ഗുഹയാണ്, ഭയങ്കര വലിപ്പമാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നല്ല ഒരു കൂളിങ്ങും ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഇതിന്റെ മേളിലേക്ക് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നമുക്ക് പേടി വരും. 2-3 പാറകൾക്ക് മേളിലെ ഒരു വലിയൊരു പാറ ഉരുണ്ട് വന്ന് ഗ്യാപ്പിൽ ഇങ്ങനെ സ്ട്രക്കായിട്ടിരിക്കുകയാണ്. അതാണ് ശരിക്കും എടക്കൽ ഗുഹയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കേട്ടോ. എന്തായാലും അടിപൊളിയാണ്. നാച്ചുറലി ഉണ്ടായി വന്നേക്കുന്ന ഒരു ഗുഹ. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഴയ കാലത്തേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്ന ഒരു സംഭവം കൂടെ ആയിട്ടാണ് ഈ ഗുഹ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് കേട്ടോ. ശിലായുഗത്തിലുള്ള ആൾക്കാർ, ആ ഒരു ടൈമിലുള്ള ആൾക്കാരായിരുന്നു ഇവിടെ ഇത് ഷെൽട്ടറായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അവർ അന്ന് കാലത്ത് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് പാറകൾക്കൂടെ ചിത്രങ്ങൾ വരയ്ക്കുകയും ഓരോരോ ലെറ്റർ എഴുതി വെക്കുകയോ ചെയ്യുമായിരുന്നു. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയ കാണാനും സാധിക്കും കേട്ടോ. ടോപ്പിലുള്ള ഈ ഒരു ഗുഹയിൽ ഒരു ഗൈഡ് ഉണ്ട് കേട്ടോ. ഈ ഗുഹയെക്കുറിച്ചുള്ള ചരിത്രം, ഇതെങ്ങനെ ഉണ്ടായി, എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളി നമുക്ക് പറഞ്ഞു തരാം. ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി എല്ലാ ഡീറ്റെയിലും പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പുള്ളി പറയുന്നതൊക്കെ നമുക്കൊന്ന് ക്ലിയർ ആയിട്ടൊന്ന് കേട്ട് നോക്കട്ടെ. ഇത് ഒരു 30,000 വർഷം പഴക്കമുള്ള കേവാണ്. ശക്തമായ ഒരു ഭൂകമ്പത്തിലുണ്ടായി. ഇതിന് എടക്കൽ എന്ന് പേര് വരാനുള്ള കാരണം ഇടയ്ക്ക് കല്ല് തങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് എടക്കൽ എന്ന് പേര് വരാനുള്ള. ഇതിങ്ങനെ ഭൂകമ്പത്തിൽ വിരിഞ്ഞ് ഈ കല്ല് മേലെ വന്ന് തങ്ങി നിൽക്കുന്നു. ഇവിടെ ഒരു 6000 വർഷം മുൻപ് പഴയകാല ട്രൈബൽസ് താമസിച്ചിരുന്നു. ആ സമയത്ത് അവർക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ലാംഗ്വേജും ലെറ്റേഴ്സും ഇല്ലാത്തതുകൊണ്ട് അവർ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമാണ് കാർവിങ്സ്, ചിത്രങ്ങൾ, ഗുഹാചിത്രങ്ങൾ. ഇത് നവീന ശിലായുഗത്തിൽപ്പെട്ട ചിത്രങ്ങളാണ്. കല്ലും കൊണ്ട് തന്നെ കോരി വെച്ച ചിത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. മെയിൻ ചിത്രം ഇതാണ്, ട്രൈബൽ ലീഡർ ഇങ്ങനെ അനുഗ്രഹിക്കുന്നത് ഇവരുടെ മെയിൻ ചിത്രം. ഇത് വന്നിട്ട് അദ്ദേഹത്തിന്റെ ബാക്ക് സൈഡ്, സെയിം പേഴ്സൺ ബാക്ക് സൈഡ്. ഇതൊരു റൗണ്ട് ഒരു മുഖം കണ്ടോ. പല സൈഡിൽ ഒരു ആനയുണ്ട്. ചിത്രങ്ങളാണല്ല, അവിടെ സ്ത്രീ രൂപമുണ്ട്. അതിന് തൊട്ടിത്ര ഒരു കുട്ടിയുടെ രൂപമുണ്ട് ലെഫ്റ്റ് സൈഡ്. മേലെ റൗണ്ട് കണ്ടു. റൗണ്ട് അതിന്റെ മേലെ ഒരു മയിലിന്റെ ചിത്രമുണ്ട്, പീപ്പിൾ റൗണ്ടിന്റെ മേലെ. ആ റൗണ്ട് വന്നിട്ട് സൂര്യനെയാണ് അനുസരിക്കുന്നത്. പണ്ടുകാലത്ത് ജനങ്ങൾ ദൈവം ആരാധിച്ചിരുന്നത് സൂര്യനെയാണ്. അപ്പോൾ സൂര്യന്റെ ഒരു ചിത്രമായിട്ടാണ് അത് കണക്കുന്നത് കേട്ടോ. ഇനി ഇങ്ങോട്ട് ഇതൊരു കപ്പിൾ ഡാൻസ് എന്ന് പറയും. ഒരു പുരുഷനും സ്ത്രീയും അമ്പും വില്ലും പിടിച്ച് ഡാൻസ് കളിക്കുന്നു. റൈറ്റ് സൈഡിൽ അമ്പും വില്ലും ഉണ്ടാവും. ഇത് പുരുഷനും അത് സ്ത്രീയും റൈറ്റ് സൈഡിൽ അമ്പും വില്ലും പിടിച്ച് ഡാൻസ് കളിക്കുന്നതായിട്ടാണ് ഇതിൽ കപ്പിൾ ഡാൻസ് എന്ന് പറയുന്നത്. ഇത് സ്ത്രീരൂപമാണ്, ഒരു സ്ത്രീരൂപം. അതായത് ഒരു ഉന്തുവണ്ടിയിൽ നിൽക്കുന്നതായിട്ടാണ്. നമ്മുടെ ഈ മാർക്കറ്റിലൊക്കെ ഉന്തുവണ്ടി ഉപയോഗിക്കുന്നത്, അതിന് നിൽക്കുന്നതായിട്ടാണത്. ഇതിന് 3000 വർഷം പഴക്കം പറയപ്പെടുന്നു. 3000 വർഷം പഴക്കം പറയപ്പെടാൻ കാരണം പണ്ട് ഇതിന് ക്ലിയറൻസ് മറ്റ് ഫിഗേഴ്സിനെ അപേക്ഷിച്ച് കുറച്ച് നല്ല ക്ലിയറൻസ് ഉണ്ട്. അപ്പൊ ഇത് കല്ലുകൊണ്ട് കോരി വരച്ച് അവർ ആ സമയത്ത് എന്തെങ്കിലും വെപ്പൺസ് അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നത് വരയ്ക്കാൻ. ആ സമയത്ത് ഉപയോഗിച്ചെന്ന് പറയുന്ന വെപ്പൺസിന്റെ ചിത്രങ്ങളാണ് താഴെ. കത്തി, ചിസൽസ് ഒക്കെ ഉണ്ട്. എല്ലാം കല്ലുകൊണ്ട് തന്നെ. ഇതും കല്ലുകൊണ്ട് തന്നെയുള്ള വെപ്പൺസുകളാണ്. എല്ലാം കല്ലുകൊണ്ട് തന്നെ. ഇങ്ങനെ തിരിയുവാണെങ്കിൽ അവിടെ ഒരു സ്ത്രീരൂപം.
3000-6000 ഫോട്ടോ കിട്ടും തലേൻ്റെ മുകളിൽ പിന്നെ ഒരു മാൻ തുള്ളിച്ചാടുന്നതായിട്ടൊന്നുമില്ല. ഒരു മാനിങ്ങനെ തുള്ളിച്ചാടുന്നതായിട്ട് ഇങ്ങോട്ട് വരും. ഇത് ലെറ്റേഴ്സ് ആണ്. ഇത് വന്നിട്ട് ബ്രഹ്മി തമിഴ് ലെറ്റേഴ്സ് ആണ്. ബ്രഹ്മി തമിഴ് എന്ന് പറഞ്ഞാൽ 2000 മുതൽ 2500 വർഷം പഴക്കമുള്ള ബ്രഹ്മി തമിഴ്. എഴുതിയിരിക്കുന്നത് പൽ പുലി താത്താക്കാരി വേടും കോമലി കച്ചവന് ചെത്തിന്ന്, അതായത് പല പുലിയെത്തുന്ന ഡയരിശാല ഒരു നേതാവ് ഗുഹയിൽ താമസിക്കുന്നു എന്നാണ് അർത്ഥം. ഇത് വന്നിട്ട് ടെമ്പിൾ ഡാൻസ്, നമ്മുടെ കരകാട്ടം എന്നൊക്കെ പറയുന്നത്. കരകാട്ടമൊക്കെ തമിഴ്നാട്ടിൽ ഇങ്ങനെ പൂവൊക്കെ വെച്ചിട്ട് നമ്മുടെ കേരളത്തിലൊക്കെ അതിന്റെ കാവടിയാട്ടം എന്നൊക്കെ പറയുന്നത് അതിന്റെ ഒരു സിമ്പിളാണ്. ഇങ്ങനെ പലതരത്തിലുള്ള ചിത്രങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് വരച്ചു വെച്ചത്. ഒരു 500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. സൂക്ഷിച്ച് നോക്കിയ പല ചിത്രങ്ങൾ നിങ്ങൾക്കും കാണാൻ പറ്റും. ഏകദേശം 4000 ഫീറ്റ് ഹൈറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, സീ ലെവലിൽ നിന്ന്. 2 ഗുഹയാണുള്ളത്. നിങ്ങൾ താഴെ വന്നപ്പോൾ കണ്ടത് സെക്കൻഡ് ഗുഹ. ഇത് കണ്ടുപിടിച്ചത് 1894 അന്നത്തെ മലബാർ പോലീസ് സൂപ്രണ്ടായിരുന്ന ഫെഡറിക് ഫോസറ്റ് എന്ന് പറഞ്ഞ ആളാണ് കണ്ടുപിടിച്ചത്. 94. അതിനുശേഷം 1901 ഇന്ത്യൻ ആന്റിക്വറി എന്ന് പറഞ്ഞ ഒരു മാഗസിൻ ഉണ്ടായിരുന്നു. അതിലൊരു ലേഖനം എഴുതിയപ്പോഴാണ് ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി മനസ്സിലായത്. ഇത് ഒരു ഷെൽട്ടർ ഹോമായിട്ട് അവർ ഉപയോഗിച്ച ഒരു ഇതാണ്. വന്യമൃഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. വെള്ളം താഴത്ത് ഗുഹയിൽ വന്നപ്പോൾ കണ്ട വെള്ളമില്ല. സാധാരണ വറ്റാത്ത വെള്ളം ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന താഴെ ടാങ്കിൽ അത് വറ്റാത്ത ഒരു വെള്ളമാണ്. അപ്പൊ അതിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് ഹണ്ടിങ്ങൊക്കെ നിർത്തി അവര് താമസിച്ചു. ഇതിപ്പോ നമ്മള് മെയിൻ്റെനൻസ് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇത് തന്നെ പൊടിഞ്ഞ് വെയിലാവും. നമ്മള് വേറെ ഒന്നും ചെയ്യാം. നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈൻ കേടാവുന്നതുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യാറില്ല. ക്ലീൻ ചെയ്ത അതിന്റെ ഡിസൈൻ കേട്. ഓക്കെ, താങ്ക് യു. നമ്മൾ ഇനി ഈ ഗുഹയിൽ നിന്ന് നേരെ പുറത്തേക്ക് പോവുകയാണ്. ഈ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ കുത്തനെയുള്ള ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ മാത്രമാണ് നോക്കി കഴിഞ്ഞാൽ പുറത്തേക്ക് ഒരു എൻട്രി ഉള്ളൂ കേട്ടോ. തിരിച്ചിറങ്ങുവാണ്. നല്ല കയറ്റമാണ്, അതേപോലെ തന്നെ ഇറങ്ങാനാണ് തിരിച്ച് പാട്. നല്ല ഹെവി കുത്തനെയുള്ള ഇറക്കവും കയറ്റമാണ്. കുത്തനെയാണ്, ഡയറക്റ്റ് കുത്തനെയാണ്. അപ്പോൾ ഇവിടെ വന്നവര് അതനുസരിച്ച് നോക്കിയും കണ്ടും സൂക്ഷിച്ച് കയറുക, ഇറങ്ങുക. എല്ലാവർക്കും മസ്റ്റ് ഒരു പ്രാവശ്യം വരാത്തവർക്ക് വന്നൊന്ന് കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ഇടയ്ക്കൽ കേവ് കേട്ടോ. അടിപൊളി. 2 കേവുണ്ട്, താഴെ ഒരെണ്ണമുണ്ട്, മേളിലുണ്ട്. മേളിലാണ് ഏറ്റവും വലുത്. നല്ല തണുപ്പാണ് അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ. പിന്നെ ആ കേവിൻ്റെ ഉള്ളിൽ പാറയക്കോടെ ഗൈഡ് പറഞ്ഞ പോലെ തന്നെ 6000 വർഷം മുമ്പ് കൊത്തിവെച്ച ശില്പങ്ങളും അവിടെ കൊത്തി വെച്ചേക്കുന്ന കുറേ ലെറ്റേഴ്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കി അവിടുത്തെ ഗൈഡ് നമുക്ക് അവിടുത്തെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അതും വേണം കേട്ടിട്ട് നമുക്ക് ഇവിടുന്ന് പോകട്ടോ. എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ എടക്കൽ കേവിൽ വരുന്നത്. വയനാട്ടിലേക്ക് ട്രിപ്പ് വന്നവർ മസ്റ്റ് എടക്കൽ കേവ് ഒരു സ്പോട്ടായിട്ട് വരുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതേ നമ്മൾ ഇനി ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി താഴത്തേക്ക് പോവാണ്. അപ്പം നമ്മൾ ഷോപ്പിലൊക്കെ കയറി കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഇഷു ബേബിക്ക് ഒരു ടോയൊക്കെ മേടിച്ചു. പിന്നെ കുറേ സാധനങ്ങൾ മേടിച്ചു. കുറേ കടകളിൽ കയറിയിട്ട് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇഷുവിനൊക്കെ ഒരുപാട് ടോയ്സ് മേടിച്ചു. പിന്നെ കുറേ പിക്കിളൊക്കെ നമ്മൾ മേടിച്ചു. നല്ല പിക്കിളുകളൊക്കെ ഇവിടെ കിട്ടും. വയനാട് സ്പെഷ്യൽ പിക്കിളുകൾ, നല്ല കായ വറുത്തകൾ, അവിടെ തന്നെ ലൈവായിട്ട് വറുത്തന്നെ കായ വറുത്തകൾ, കാപ്പിപ്പൊടികൾ, അങ്ങനെ വയനാട് സ്പെഷ്യലായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് വയനാട് കുറച്ച് ഫോറസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ, ഈ പച്ചമരുന്നുകൾ, തലവേദനയ്ക്കുള്ള മരുന്നുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ, അതുപോലത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മേടിച്ച് നമ്മളിനി നേരെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിടത്തേക്ക് പോവുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ കൂടെ നിൽക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ എഴുതുക. അപ്പം ഉടനെ നമുക്ക് വേറൊരു വീഡിയോ കാണാം.